നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. CPM-നെ ഞെട്ടിച്ചുകൊണ്ട്, കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് സുധാകരൻ പാർട്ടി വിട്ടിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത നിമിഷം മുതൽ അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ബാനറുകൾ ഉയർന്നു. കുലംകുത്തി എന്നും വർഗവഞ്ചകനായി അറിയപ്പെടുമെന്നും ഉള്ള കൊലവിളികൾ ഒരു വഴിക്കൂടെ. പിന്നീട് ആലപ്പുഴയിലെ പല മേഖലകളിലായിട്ട് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. സൈബറിടത്തിൽ ഈ പറയുന്ന TP ചന്ദ്രശേഖരനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ വെല്ലുവിളികൾ ശക്തമാകുന്നത്. എന്നാൽ ഈ പ്രവർത്തകർ ഇത്രത്തോളം വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു കൊലവിളി സുധാകരന് നേരെ ഉയർത്തിയിട്ടും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അരുത് എന്നൊരു വാക്ക് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ ഉന്നതങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ ഇനി എന്തും ചെയ്തുകൊള്ളൂ എന്നുള്ള ഒരു മൗനാനുവാദം കിട്ടുന്നത് പോലെയാണ്. പക്ഷേ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രതിസന്ധികൾക്ക് വഴിവെക്കും? പ്രശോഭ, ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയും ഒത്താശയോടുകൂടിയും തന്നെയാണ് താഴെത്തട്ടിലുള്ള, പ്രത്യേകിച്ച് ജില്ലാ തലത്തിലോ അമ്പലപ്പുഴയ്ക്ക് ചുറ്റുപാടുമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ ജി സുധാകരനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. നോക്കൂ, ജി സുധാകരൻ ഒരിക്കലും പാർട്ടിയിൽ ഒരു പുഷ് ഓവർ അല്ല, ഒരിക്കലും ആയിരുന്നില്ല. കാരണം പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിൽ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തതും നിലനിർത്തിയതും കഠിനമായ പോരാട്ടങ്ങളിലൂടെ, ഗ്രൂപ്പ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് പോലും, വിഭാഗീയത അതിന്റെ മൂർധന്യത്തിലിരുന്ന സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടി അച്യുതാനന്ദനോടൊപ്പം ആദ്യം ചേർന്ന് നിൽക്കുന്നതും പിന്നീട് CTU പക്ഷത്തേക്ക് മാറി, പിന്നീട് പിണറായി പക്ഷത്തേക്ക് മാറി, ആ ഒരു മേൽവിലാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു കൈത്താങ്ങായി നിന്നത് ഒരു നിർണായക ഘട്ടത്തിൽ ജി സുധാകരൻ എന്ന കറകളഞ്ഞ നേതാവിന്റെ ഒരു കഴിവാണ്. അതുകൊണ്ടാണ് വ്യാപകമായ പാർട്ടിക്കുള്ളിലും പുറത്തും വ്യാപകമായ അംഗീകാരം നേടിയ ഒരു നേതാവാണ് ജി സുധാകരൻ. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു. ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. ഈ അമ്പലത്തിനുള്ളിൽ, ശ്രീകോവിലിനുള്ളിൽ പോലും അനാവശ്യമായി കൂടുതൽ പേര് കയറി ഇറങ്ങുന്നത് പൂജ നടത്താനെന്ന പേരിൽ, അതൊന്നും തന്നെ ആശാസ്യമല്ല എന്ന് കട്ടയ്ക്ക് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാട്ടിയ ഒരു നേതാവ്. അതുപോലെ PWD റോഡുകളിൽ ടാർ വീഴുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ നേതാവ്. റോഡുകളിൽ നേരിട്ട് സുധാകരൻ ഇൻസ്പെക്ഷൻ ഇറങ്ങുകയാണ്. അപ്പൊ PWD നന്നായി വന്നതിന്റെ പിന്നിൽ ജി സുധാകരന്റെ ഒരു വ്യക്തിപരമായ കയ്യൊപ്പുണ്ട്. ചില ആളുകളൊക്കെ ചില സ്ഥാനത്ത് വരുമ്പോൾ ആ ഒരു പദവിക്ക് വിലയുണ്ടാകും. TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിലയുണ്ടായത്. അതുപോലെ തന്നെയാണ് സഹകരണ മന്ത്രിയായി ജി സുധാകരൻ ഇരിക്കുമ്പോൾ എന്തിനും ഏതിനും കോഴയുണ്ടായിരുന്ന കാലത്ത്, കോഴ വേണ്ട, താൻ ഉന്നത തലത്തിൽ, മന്ത്രിതലത്തിൽ താൻ അനുവദിക്കില്ല, കൃത്യമായ ട്രാൻസ്പോർട്സ്, മറ്റു കാര്യങ്ങൾ ചട്ടപ്പടി അങ്ങ് നടന്നുകൊള്ളും എന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും കഴിഞ്ഞിട്ടില്ല, സുധാകരൻ ഒഴികെ. അവിടെ സുധാകരന്റെ വാല്യൂ എന്ന് പറയുന്നത് പാർട്ടിയിൽ അദ്ദേഹം കുറെ വോട്ടുകൾ നേടിത്തന്നു എന്നല്ല, അമ്പലപ്പുഴയിൽ അദ്ദേഹം സാന്നിധ്യമായിരുന്നു എന്നോ ആലപ്പുഴ ജില്ലയുടെ നേതാവെന്നോ അല്ല, പാൻ കേരള അടിസ്ഥാനത്തിൽ വലിയ പ്രതിച്ഛായുള്ള ഒരു നേതാവാണ്. അപ്പൊ ആ നേതാവ് ഒരുപക്ഷെ MV രാഘവന്റെ തലപ്പൊക്കത്തിനൊപ്പമോ അല്ല എങ്കിൽ KR ഗൗരിയമ്മയുടെ തലപ്പൊക്കത്തിനൊപ്പമോ ഒക്കെ കരുതാവുന്ന ഒരു വലിയ തലയെടുപ്പുള്ള ഒരു നേതാവ് തന്നെയാണ്. ആ നേതാവിനെ ഉപയോഗശേഷം കരിയേപ്പല പോലെ വലിച്ചെറിഞ്ഞു. ഇതൊക്കെ വളരെ വേദനയോടുകൂടി കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞല്ലോ, സ്റ്റാലിനും ലെനിനും ഒക്കെ പൂർണ്ണ ആയുസ് അധികാരത്തിൽ ഇരുന്ന് തന്നെയാണ് സ്ഥാനത്യാഗം ചെയ്തത്. പ്രായമായി എന്നതുകൊണ്ട് ആരും നിഷ്കാസിതനായില്ല. മാവോ സേതുങ്ങോ ഡെങ് സിയാപിങ്ങോ ഒന്നും തന്നെ അങ്ങനെ പുറത്തുപോയ ആളുകളല്ല എന്നോർക്കണം. എണ്ണി പേരുകൾ പറയുകയാണ്. സുധാകരനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമ്പലപ്പുഴയിൽ സലാം എന്ന മുൻ ജില്ലാ സെക്രട്ടറി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല. സുധാകരൻ ലഭിച്ച ഭൂരിപക്ഷത്തിന് 4-1 ഭൂരിപക്ഷം അമ്പലപ്പുഴയിൽ കുറഞ്ഞു. അതിനർത്ഥം സുധാകരൻ പാലം വലിച്ചതാണ്. അത് ഇളമരം കരീമിന്റെ റിപ്പോർട്ടിൽ സുധാകരനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തി കൊണ്ടുള്ള റിപ്പോർട്ടാണ്. സുധാകരൻ 25 പോയിന്റുകൾ കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് സംഭവിച്ചത്. മറ്റു പല മണ്ഡലങ്ങളുടെയും കാര്യം സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. ആലപ്പുഴയിൽ ചിത്തരഞ്ജന് മുൻപ് തോമസ് ഐസക്കിന് ലഭിച്ചതിന് 4-1 വോട്ടേ ലഭിച്ചിട്ടുള്ളൂ. പല ഇടങ്ങളിലും ഒരേ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമ്പോൾ പോലും വോട്ടുകൾ വല്ലാതെ കുറയുന്ന ഒരു സമയത്ത് അമ്പലപ്പുഴ സുധാകരനെ ബലിയാടാക്കാൻ
അമ്പലപ്പുഴയിൽ ചിലരെല്ലാം കളിച്ചു. അത് ജില്ലാ തലത്തിലെ ഛോട്ടാ നേതാക്കന്മാരാണ്. 3 നേതാക്കളാണ് അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. അത് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ ഇപ്പോഴത്തെ മന്ത്രി ആയ സജി ചെറിയാൻ, എച്ച് സലാം, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി നാസർ, ഇവരെല്ലാം തന്നെ പ്രതിപട്ടികയിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിൽ ഇതേക്കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ് ആളാകാൻ ശ്രമിച്ച മണിക്ക്, MM മണി, ഇടുക്കിയിലെ ഷൂ എന്നാണ് MM മണിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. കാരണം അങ്ങ് തന്നെ അങ്ങ് കോഞ്ഞാട്ടയാക്കി മാറ്റേണ്ടതില്ല. അതുകൊണ്ട് എനിക്കെതിരെ തനിക്കെതിരെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. അതുകൊണ്ട് സുധാകരന്റെ നാക്കിന്റെ മൂർച്ച അറിയാത്തവരധികമില്ല. അതുകൊണ്ട് സുധാകരൻ എങ്ങനെ നോക്കുമ്പോഴും സുധാകരൻ ഒരു അസറ്റാണ്. ഇനി ഉയർന്ന ഏക ചോദ്യം, അമ്പലപ്പുഴയിൽ അദ്ദേഹം കോൺഗ്രസ് സപ്പോർട്ടിൽ മത്സരിച്ച് വിജയിക്കാൻ ആവുമോ? അമ്പലപ്പുഴ കടുത്ത മത്സരത്തിന്റെ പ്രതീതി. സുധാകരനെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാനാവില്ല. പിന്നെ ആകെ പറയാനാവുന്നത് TP ചന്ദ്രശേഖരനെ പോലെ കുലം കുത്തി എന്ന് ആക്ഷേപിക്കാം. കുലം കുത്തി എന്ന് പറഞ്ഞാൽ KR ഗൗരിയമ്മയും കുലം കുത്തിയായി, അല്ല എങ്കിൽ MP രാഘവനും കുലം കുത്തിയായി. അവർക്ക് വേറെ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചു, അവർ ജയിക്കുകയും ചെയ്തു, മന്ത്രിസഭയിൽ അംഗവുമായി. സുധാകരൻ വേറെ പാർട്ടി ഉണ്ടാക്കുന്നില്ല എന്നതാണ് സുധാകരന്റെ വ്യത്യാസം. ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു, മറ്റു പലരും കോൺഗ്രസുമായി സഹകരിച്ചു നിൽക്കുന്നു. ഇവിടെ കോൺഗ്രസുമായി സഹകരണം ഒന്നും തന്നെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, ഒരു ചോദ്യത്തിന് ഉത്തരം സുധാകരൻ പറഞ്ഞേ പറ്റൂ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ആരാവണം അടുത്ത മുഖ്യമന്ത്രി? ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായം എന്ന് തന്നെയാണ്. അപ്പോൾ സുധാകരന്റെ പോരാട്ടം ആരോട്, എന്തിനോട്, അത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവായ പിണറായി വിജയനോട് പോരാട്ടമില്ല. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനോട് പോരാട്ടമുണ്ട്, ജില്ലാ നേതാക്കളോട് പോരാട്ടമുണ്ട്, MM മണിയോട് പോരാട്ടമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിഭാഗീയതയോ പ്രത്യയശാസ്ത്രപരമായ കാര്യമോ അല്ല സുധാകരൻ ഉന്നയിക്കുന്നത്. ഒരു ഐഡിയോളജിക്കൽ ഫോർഫ്രണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ലോക്കൽ മാഫിയകൾ അല്ലെങ്കിൽ ക്രിമിനൽ സംഘങ്ങൾ, ഇത് പാർട്ടിയെ വിളിക്കുന്നത്, ആലപ്പുഴയിലെ പാർട്ടിയെ വിളിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ എന്നാണ്. അപ്പൊ അത് മാത്രം മതിയാകുമോ? സുധാകരന് ന്യായീകരണത്തിനായി പാർട്ടിയിലെ ചിലരെ ക്രിമിനൽ സംഘങ്ങളായി വിളിക്കുകയും അത് മാത്രം മതിയാകുമോ മുന്നോട്ട് പോകാൻ എന്ന ചോദ്യം വളരെ വ്യാപകമാണ്. അത് മാത്രമല്ല, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായി പേരെടുത്ത സുധാകരൻ എത്രത്തോളം കോൺഗ്രസിന്റെ രീതികളുമായി, UDFന്റെ രീതികളുമായി യോജിച്ചു പോകും, എങ്ങനെ സുധാകരനോട് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കൊണ്ടുവരാനാവും, തെരഞ്ഞെടുപ്പിന് ആര് പണം ചെലവാക്കും? പൂർണ്ണമായി പൂർണ്ണക്കുടി എന്തെന്ന സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അമ്പലപ്പുഴയിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് കാണുന്നത്? മുൻകാലത്ത് സുധാകരൻ എടുത്ത നിലപാടുകൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞൊരു പ്രത്യേക ഘട്ടത്തിൽ പാർട്ടിയെ തള്ളിപ്പറയുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പൊ ഇതെല്ലാം രണ്ട് ഭാഗത്തും ചിന്തകളുണ്ട്. എന്നിരുന്നാലും എന്റെ ഒരു പ്രാഥമിക നിരീക്ഷണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിസ്മയകരമാണ്. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങളുടെ ഏടുകളിൽ ഒരേട് കൂടി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സുധാകരൻ വിസ്മയകരമായി ഇതാ LDFനെതിരെ തിരിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇവിടെ ഇപ്പോൾ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള പല നീക്കങ്ങൾ പാർട്ടിയിൽ നിന്ന് നടന്നു. നമുക്കറിയാം, പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെല്ലുമ്പോൾ അദ്ദേഹം സുധാകരനുമായി ഒരു ചർച്ചയ്ക്ക് വരെ തയ്യാറായിരുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ സുധാകരൻ അതിനൊന്നും തയ്യാറായില്ല. എന്നാൽ പാർട്ടിയെ അധികം വിമർശിക്കുന്നുമില്ല, ഞാൻ പുറത്തേക്ക് പോകുന്നു, പക്ഷേ ഞാൻ കാരണം പാർട്ടിക്ക് ഒരു തലവേദന ഉണ്ടാകണ്ട എന്നുള്ള നിലപാടുകളൊക്കെയാണ് സുധാകരൻ സ്വീകരിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ പറയുന്ന പാർട്ടിക്കെതിരെ ഒരക്ഷരം പറയാൻ താൻ ഒരുക്കമല്ല എന്നൊക്കെ സുധാകരൻ പറയുമ്പോഴും ഇപ്പോൾ പാർട്ടി ആദ്യം ഒരു അനുനയ നീക്കം സ്വീകരിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഒരു മൃദു സമീപനം സുധാകരനോട് വേണ്ട എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ കണ്ടതുപോലത്തെ വലിയ കൊലവിളികൾ സൈബർ ഇടങ്ങളിലും വെട്ടുകിളിക്കൂട്ടങ്ങൾ ഇറങ്ങി TP ചന്ദ്രശേഖരന്റെ ഗതിയാണ് സുധാകരന് വരാൻ പോകുന്നത് എന്നുള്ള ചില കൊലവിളികൾ നടത്തുമ്പോൾ അത്ര നിസ്സാരമാണോ? കാരണം അദ്ദേഹത്തിന്റെ വീടിനിപ്പോൾ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ചിന്തിക്കുന്ന ജനം കൊലവിളികളിലൊന്നും തീർച്ചയായും അഭിരമിക്കില്ല എന്ന് കൃത്യമായി അറിയാം. ആരെല്ലാം എക്കാലത്തും കൊലവിളികൾ നടത്തിയിട്ടുണ്ടോ അവരൊക്കെ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ പരാജയത്തിന്റെ പക്ഷത്തായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സുധാകരന്റെ ഈ മലക്കം മറിച്ചിലിൽ തെല്ല് വ്യസനമുള്ള പ്രതിഷേധമുള്ള സഖാക്കൾ ഉൾപ്പെടെ
ജി സുധാകരനെ കുറിച്ച് പറയുന്ന സുധാകുരൻ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. കുലം കുത്തി എന്ന വിശേഷണം. അതുപോലെ ടി.പി. ചന്ദ്രശേഖരന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ജി സുധാകരനെതിരെ 51 വെട്ടുകൾ വെട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിയിട്ട് എന്തായി? ടി.പി. രമ അല്ലെ, ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ MLA ആയി ഇതാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു. വടകര എന്ന CPM-ന്റെയും സോഷ്യലിസ്റ്റുകളുടെയും ശക്തി ദുർഗത്തിൽ UDF സംവിധാനത്തിന് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഈ 51 വെട്ടുകൾ സഹായകരമായുള്ളൂ എന്നുകൂടി നോക്കുമ്പോൾ കൊലവിളികളൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ആലപ്പുഴയിലെ ജനത, അമ്പലപ്പുഴയിലെ ജനത തള്ളിക്കളയും. അത് മറ്റാരേക്കാളും നന്നായി സുധാകരൻ അറിയാം. അതുകൊണ്ടാണ് സുധാകരൻ കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി പറയേണ്ടതുണ്ട്. എന്താണ് അടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? വി.ഡി. സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാൻ തയ്യാറാണോ? UDF പിന്തുണ വാങ്ങിച്ചുകൊണ്ട് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ UDF-ന് പിന്തുണയ്ക്കാൻ ഒരു കൈ സുധാകരൻ്റെത് പൊങ്ങുമോ? അതോ തന്റെ മാത്രം കഴിവിൽ ജയിച്ചു വന്നു MLA ആവുകയാണെങ്കിൽ, നമുക്കറിയില്ല ആകുമോ ഇല്ലയോ എന്നറിയില്ല, ആവുകയാണെങ്കിൽ തന്റെ മാത്രം വൈഭവത്തിൽ വിജയിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി 2 ചേരിയോടും അകലം പാലിച്ചുകൊണ്ട് തന്റേതായ ഇടത്തിൽ നിൽക്കുമോ? കെ രമ യഥാർത്ഥത്തിൽ UDF പാനലിൽ ജയിച്ചു വന്നിട്ടും UDF-ന്റെ പൂർണ്ണ ഭാഗമല്ല, ഒരു പ്രത്യേക ബ്ലോക്കാണ് കെ രമയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. സമാനമായ ഒരു ബ്ലോക്ക് ആകുമോ സുധാകരൻ എന്ന ഇൻഡിപെൻഡന്റ് മെമ്പറുടെ UDF സംവിധാനം അനുവദിക്കുക, അല്ലെങ്കിൽ നിയമസഭയ്ക്കുള്ളിൽ ലഭിക്കുക, നിയമസഭ അംഗമാകും എന്ന ഒരു കാൽക്കുലേഷനിൽ പറയുകയാണ്. അത് അറിയില്ല നമുക്ക്, പക്ഷെ അങ്ങനെ ഒരു കാൽക്കുലേഷൻ. അതുകൊണ്ട് ജി സുധാകരൻ പറയേണ്ടതുണ്ട്, CPM-നോട് തനിക്ക് വെറുപ്പില്ല എന്നത് മാറ്റി പറയേണ്ടി വരും. പ്രചരണം ചൂടുപിടിക്കുമ്പോൾ കൃത്യമായ നിലപാടെടുക്കേണ്ട അവസ്ഥ വരും. അല്ല എങ്കിൽ UDF-ന്റെ പിന്തുണ ഒരുപക്ഷെ ആ പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടാവില്ല. പൂർണ്ണാർത്ഥത്തിൽ UDF പിന്തുണ ഇല്ലാതെ സുധാകരന് മാത്രമായി കാര്യമായി കാശിറക്കാൻ കഴിയുന്ന ഒരാളല്ല, അഴിമതിക്കാരനല്ല. ജി സുധാകരന്റെ ഭാര്യ കോളേജ് പ്രൊഫസറായിരുന്നു. തീർച്ചയായും കുറച്ച് സ്വത്തുക്കളൊക്കെ ജി സുധാകരന് പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ളതുണ്ടാവാം. അത് മതിയാവില്ല. കോടികൾ പൊടിയുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ കാര്യമായ ഫണ്ടിങ് ഇല്ല സുധാകരനും, അല്ല ഒരു സ്ഥാനാർത്ഥിക്കും പിടിച്ചു നിൽക്കാൻ ആവുകയുമില്ല. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി മിഴിവോടെ തെളിവോടെ LDF-നെതിരെ, പിണറായി വിജയനെതിരെ, CPM-നെതിരെ, പാർട്ടിക്കെതിരെ, പാർട്ടി നേതാക്കൾക്കെതിരെ, ഇപ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെ മാത്രമാണ് സുധാകരൻ സംസാരിക്കുന്നത്. പിന്നെ ലാർജർ ഇഷ്യൂ എടുക്കേണ്ടി വരും. അത് സുധാകരൻ പറയുന്നതുമായി ചേർത്ത് വായിക്കേണ്ടി വരും. എന്താ ലാർജർ ഇഷ്യൂ? ഇവിടെ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഈ ഇത്രയും കാലം മറന്നിരുന്ന സുധാകരന്റെ സഹോദരൻ അല്ലെ, ഈ പന്തളം NSS കോളേജിൽ ഈ KSU, അതുപോലെ DSU എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ, അത് NDP എന്ന മുൻ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അവരൊക്കെ ചേർന്ന് തല്ലിച്ചതച്ച് കൊല ചെയ്ത ഭുവനേന്ദ്രൻ, അദ്ദേഹത്തിന്റെ സുധാകരന്റെ ബ്രദറാണ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇപ്പോൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ആ ഇരട്ടത്താപ്പാടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സുധാകരൻ. നിങ്ങളൊക്കെ രക്തസാക്ഷികളെ വിറ്റ് കാശാക്കുകയാണ്. എന്റെ വീട്ടിലെ ആഞ്ഞിലി മരം വിറ്റാണ് കേസിനുള്ള പണം സ്വാംശീകരിച്ചത്. അതുപയോഗിച്ച് കേസ് നടത്തി പരാജയപ്പെട്ടു. അപ്പീല് പോകാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭുവനേന്ദ്രന്റെ പേരിൽ ഇനി പിന്നെ നിങ്ങൾ കൂടുതൽ മേന്മ നടിക്കേണ്ട, അതുകൊണ്ട് സഹോദരൻ രക്തസാക്ഷിയായി പാർട്ടിക്ക് വേണ്ടി, കമ്മ്യൂണിസത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്നെ ചട്ടം പഠിപ്പിക്കാൻ വരണ്ട. കമ്മ്യൂണിസ്റ്റ് രീതികളിൽ വരുന്ന അപചയം, ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ആവിർഭാവം, കാതലായ വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വി.ഡി. സതീശനും രമേശ് ചന്ദ്രനെയൊക്കെ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി ആഴത്തിലുള്ള പഠനത്തിന്റെ സഹായത്തോടുകൂടി യഥാർത്ഥ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായി സ്വയം കരുതുന്ന ജി സുധാകരന് പറയാനുള്ള ആർജവം ഉണ്ടാകും, നട്ടലുണ്ടാകും. അങ്ങനെയുള്ള പ്രവണതകൾ, അല്ലാതെ വ്യക്തിവിരോധങ്ങൾ, എം മണിയെ കുറിച്ച് 4 അക്ഷരം പറഞ്ഞു, അല്ലെ MV ഗോവിന്ദനെ കുറിച്ച് 2 വർത്താനം പറഞ്ഞു, അതൊന്നുമല്ല കേരള ജനത ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയ അപചയം ചർച്ചാ വിഷയമാക്കുകയും അങ്ങനെ ആത്യന്തികമായി പാർട്ടിക്ക് ദോഷം ചെയ്യും, LDF-ന് ദോഷം ചെയ്യും. അതല്ലാതെ തന്റെ ഭാഗം മാത്രം അമ്പലപ്പുഴയിൽ ജി സുധാകരന് മാത്രം അങ്ങ് ജയിച്ചു കയറാം, ഞാൻ ചില ആളുകൾക്ക് മറുപടി കൊടുത്തു, എന്നെ കുഞ്ഞാമനാക്കി മാറ്റിയ രക്തസാക്ഷി ദിനാചരണത്തിന്, പുന്നപ്ര വയലാർ വാർഷിക ആചരണത്തിന് തന്നെ വിളിക്കാത്തതിനുള്ള പ്രതികാരം സ്ഥാനങ്ങൾ നിറവേറ്റി, അല്ല എങ്കിൽ
തന്റെ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിച്ച സമയത്ത് അടിയന്തരാവസ്ഥ സമയത്ത് മർദ്ദനമേറ്റുവാങ്ങിയ തന്നെ അവഗണിച്ചുകൊണ്ട് തന്റെ വീടിന് സമീപത്ത് നടന്ന മീറ്റിംഗിൽ പോലും തന്നെ അവഗണിച്ച കാപാലികർക്ക് ഞാൻ മറുപടി കൊടുത്തു. അതൊക്കെ തുച്ഛമാനസർ പറയുന്ന കാര്യമാണ്. അതേക്കാൾ ലാർജർ വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഗ്രസിച്ചിരുന്ന ആ ഒരു നന്ദിഗ്രാം സിംഗ്രൂർ സിൻഡ്രോം, അതേക്കുറിച്ചൊക്കെ ആഴത്തിൽ സംസാരിക്കുകയും ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധനസ്രോതസ്, എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ചീർത്ത് വീർത്ത് വരുന്നത്, ആരുടെ പണം ഉപയോഗിച്ചാണ്, അഴിമതിയുടെ കുത്തരങ്കായി മാറിയിരിക്കുന്നു പാർട്ടിയും ഗവൺമെന്റും എല്ലാം, അതേക്കുറിച്ചൊക്കെ ആഞ്ഞടിക്കാൻ സുധാകരനോളം വാഗ്വിലാസമുള്ള, കരുത്തുള്ള, ആർജവമുള്ള ഒരു നേതാവും പ്രതിപക്ഷത്തിനില്ല എന്നതാണ് വാസ്തവം. അതൊക്കെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ് മത്സരിക്കേണ്ട ഒരു സീറ്റിലേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എന്ന പേരുദോഷം മാത്രമേ കോൺഗ്രസിൽ ഉണ്ടാവൂ. അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടി തീർച്ചമൂർച്ചകൾ വരേണ്ടതുണ്ടെന്നാണ് എന്റെ പക്ഷം. ഇവിടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കൊഴിഞ്ഞുപോക്ക് ഒരു വലിയ പ്രതിസന്ധിയാകുന്നു. ഇപ്പോൾ ഒരിക്കലും കരുതിയില്ല G. സുധാകരൻ പുറത്തേക്ക് പോകുമെന്ന്. ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വീണ്ടും ഇടതുപക്ഷത്തോട് ചേർത്ത് നിൽക്കുമെന്ന് വിശ്വസിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുണ്ട്. എന്നാൽ സുധാകരൻ പുറത്തേക്ക് പോകുന്നു, ഐഷ പോറ്റി പുറത്തേക്ക് പോകുന്നു, S. രാജേന്ദ്രൻ പുറത്തേക്ക് പോകുന്നു, PK ശശി പുറത്തേക്ക് പോകുന്നു, കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു ലിസ്റ്റ് ഇപ്പോൾ പലരും പറയുന്നത് മറ്റ് പല നേതാക്കൾ ഈ പാർട്ടി വിടാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ ഇത് CPM-നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ നേതാക്കളെല്ലാവരും, അതായത് ഈ പുറത്തു പോകുന്ന നേതാക്കളെല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ വാചകമാണ്. അതായത് തങ്ങൾ പാർട്ടിയിൽ അവമതിക്കപ്പെടുന്നു, തങ്ങൾ അവജ്ഞ നേരിടുന്നു. ഈ ബ്രാഞ്ച് തലത്തിലുള്ള ചെറിയ നേതാക്കൾ പോലും തങ്ങളെ അവജ്ഞയോടെ മാറ്റി നിർത്തുന്നു. ഇതിനെതിരെ പാർട്ടി പ്രതികരിക്കുന്നില്ല. തങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി നിന്നവരാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങളെ പ്രായത്തിൻ്റെയും മറ്റു ചില കാര്യങ്ങളുടെയും പേരുകൾ പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നു. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ എന്നൊരാൾക്ക് ആനുകൂല്യങ്ങൾ പലതും കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിയിൽ വലിയൊരു ചർച്ചയായി, പൊട്ടിത്തെറിയായി തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഒരു മാസവും കൂടി ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ ഈ വിമർശനങ്ങൾ അത് വലിയ ഒരു തിരിച്ചടിയല്ലേ? ഒന്നൊന്നായി വിവിധ ഇടങ്ങളിൽ കണ്ണൂരിന്റെയും ആലപ്പുഴയുടെയും വിപ്ലവ മണ്ണുകളിൽ ഉൾപ്പെടെ ഒഴിഞ്ഞു പോകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുഴിഞ്ഞു പോകുന്നു. അതിനുവേണ്ടി പറയുന്ന കാരണം ഏതാണ്ട് ഒരേ സ്വരത്തിലാണ്. ഐഷ പോറ്റി ആകട്ടെ, രാജേന്ദ്രൻ ആകട്ടെ, മൂന്നാറിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ രാജേന്ദ്രൻ ആകട്ടെ, മറ്റ് നേതാക്കൾ ഈ സമീപകാലത്ത് കുഴിഞ്ഞുപോയ എല്ലാവരും തന്നെ G. സുധാകരൻ പറഞ്ഞതിന് സമാനമായ അവഗണനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പക്ക യൂസ് ആൻഡ് ത്രോ കൾച്ചർ കടന്നു വരികയാണ്. ഈ കൾച്ചറാണ്, ഒരു കൾച്ചറൽ ഷിഫ്റ്റാണ്. മുൻകാലത്ത് എക്കാലത്തും EMS-ന്റെ AKG-യുടെ ഒക്കെ സമയത്ത് മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അവരുടെ പ്രൈം ടൈം പിന്നിട്ടിട്ടും പാർട്ടി അവരെ ചേർത്തു പിടിച്ചിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. പാർട്ടി മേധാവി ആരോ, ഒറ്റ വ്യക്തി, ശ്രീ പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് എല്ലാ നിയമങ്ങൾക്കും അതീതൻ. നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പിണറായി വിജയന്റെ ഭരണ തുടർച്ച ഉറപ്പുവരുത്താൻ, പാർട്ടിക്കുള്ളിലെ വാഴുവിന്റെ അനുഭവം ഉറപ്പുവരുത്താൻ, പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ തലയ്ക്ക് മീതെ പോലും പ്രഭ ചൊരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനീയൻ അങ്ങനെ പരിലസിക്കുകയാണ്. അത് പാർട്ടി രീതി അല്ല എന്നാണ് G. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പാർട്ടി രീതികളെന്നുണ്ട്. അതെന്താണ്? മുൻകാലങ്ങളിൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചവർ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാവുന്ന ഇടങ്ങൾ, അവർക്ക് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കണ്ടെത്തുന്നു. അല്ലാതെ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് 75 വയസ്സ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ആരോഗ്യപരമായ സമീപനമാണ്. പാർട്ടിയുടെ ഉന്നത പദവികളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നതും ആരോഗ്യപരം തന്നെയാണ്. അത് G. സുധാകരന്റെ കാര്യത്തിൽ പുലർത്തി. പക്ഷേ TM തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ അത് ബാധകമല്ല. ഒരു പ്രാവശ്യം മാറ്റി നിർത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. തനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ആലപ്പുഴ മത്സരിക്കാൻ, അത് പരിഗണിച്ചില്ല. ഇനി ഒരു ടേം മാറി നിന്നു. 80 വയസ്സായിട്ടും തനിക്ക് ഇപ്പോഴും ശേഷിയുണ്ട്, ശേമുഷിയുണ്ട്, മനസ്സുണ്ട്, ഓർമ്മശക്തിയുണ്ട്. എന്തുകൊണ്ട് ഒരു അംഗത്തിന് പോലും അവസരം നിഷേധിക്കുന്നു? വേണമെങ്കിൽ പറയാം, H. സലാമിന് അമ്പലപ്പുഴയിൽ ഒരു ടേം കൂടി കൊടുക്കേണ്ടതുണ്ട്. ഒരു ടേം മാത്രമാണ്. ടേം നിബന്ധന പാലിച്ചുകൊണ്ട് ഒരു ടേം കൂടി ആകാം. അതുകൊണ്ട് അത് തീർച്ചയായും G. സുധാകരൻ ആഗ്രഹിക്കുന്ന, അമ്പലപ്പുഴ ആഗ്രഹിക്കുന്നത് ശരിയല്ല. പക്ഷെ അത് G. സുധാകരൻ വളരെ സ്നേഹത്തോടെ
പ്രതീക്ഷയോടുകൂടി പാർട്ടി ജനറൽ സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ തന്നെ ഇത് പറഞ്ഞതാണ്. MA ബേബിയോടും പിണറായി വിജയനോടും MV ഗോവിന്ദനോടും ഒക്കെ പറഞ്ഞപ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പരിഹാസച്ചിരി പുച്ഛത്തോടെ ഈ ചുണ്ടിന്റെ കോണിൽ മഹാപരിഹാസം ഒളിപ്പിച്ച് നിർത്തിയ ഒരു ചിരി, ആ ചിരിയിലെല്ലാം ഉണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത്. പുകഞ്ഞോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ആര് പുകച്ചു പുറത്താക്കി? പുകഞ്ഞ കൊള്ളി പുറത്താക്കുന്നത് മനസ്സിലാക്കാം. തന്നെ പുകച്ചു പുറത്താക്കാൻ ലോക്കൽ നേതാക്കൾ ശ്രമിച്ചതിന് ഈ വലിയ ഏലായിട്ട് കൊടുക്കുകയാണ് സംസ്ഥാന നേതാക്കൾ. അങ്ങനെ ഒരു സംവിധാനത്തിൽ തനിക്ക് തുടരാനാവില്ല എന്ന നിഗമനത്തിലാണ് ജി സുധാകരൻ ഞാൻ തീരുമാനമെടുത്തത്. അപ്പോഴും ഈ കാതലായ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റിന് എത്രത്തോളം കോൺഗ്രസ് UDF രീതികൾ വഴങ്ങും, എത്രത്തോളം ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും? സംശയമാണ്. കാരണം സുധാകരന്റെ നാക്കിന് ചൂട് അറിഞ്ഞവരാണ് പലരും, കൂടെയുള്ള പലരും. അഴിമതിക്കാരനല്ല, പക്ഷേ അദ്ദേഹം വെട്ടിത്തുറന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയും. ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ തന്റെ വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി അതിനകത്ത് വരും. സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നതിൽ വിരോധമില്ല, പക്ഷേ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി അതിൽ കടന്നു വരുമ്പോൾ എത്രത്തോളം ട്രാക്ഷൻ ലഭിക്കും അത് UDF മുന്നണിയിൽ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ജി സുധാകരൻ ഉയർത്തുന്ന ഒരു ചേഞ്ചിന്റെ ഒരു പ്രതീകമുണ്ട്. കാരണം ഒരു മുന്നണി തകരാൻ പോകുന്നു, ഒരു പാർട്ടി തുടർ ഭരണത്തിൽ നിന്ന് പുറത്താകാൻ പോകുന്നു. ആ അവസരം മുങ്ങുന്ന കപ്പലിൽ, തീപിടിച്ച് മുങ്ങുന്ന കപ്പലായി പാർട്ടിയെ കണ്ടുകൊണ്ട് ഐഷ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ചാടി രക്ഷപ്പെടാൻ പോകുന്നു. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരു കൊമ്പൻ സ്രാവാണോ സുധാകരൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവിടെയാണ് കുലംകുത്തി അവസരവാദി എന്ന, അല്ലെങ്കിൽ കുളംകലക്ക് അല്ലെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നയാൾ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ സുധാകരനെതിരെ വരുന്നത് ആ ഘടത്തിലാണ്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും ജി സുധാകരന് ഒരു നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാവും. തുടർഭരണം ഉണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പല കോണിൽ നിന്ന് പച്ചയ്ക്ക് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എഴുത്തുകാരും സാംസ്കാരിക നായകരുമൊക്കെ ഇടതിനെ പിന്തുണച്ചിരുന്നവർ പോലും പറയുകയാണ് ഒരു തുടർഭരണം ഉണ്ടാകരുത്, കാരണം ധാർഷ്ട്യത്തിന്റെ പാരമ്യത്തിൽ ഈ പാർട്ടി എത്തും എന്നുള്ളത്. ഇന്നിപ്പോൾ ഈ സുധാകരന്റെ വിഷയം പുറത്തേക്ക് വന്നപ്പോൾ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ഗീവർഗീസ് മാർ കൂർലോസ് രംഗത്തേക്ക് വന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് CPM ആത്മപരിശോധന നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. എല്ലാം നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു ഉപദേശം CPMന് കൊടുക്കുന്നു. പക്ഷേ ഒരു ആത്മപരിശോധനയുടെ ഒന്നും ആവശ്യമില്ല, ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല എന്നുള്ള വാദമാണ് MV ഗോവിന്ദൻ വീണ്ടും വീണ്ടും ഉയർത്തുന്നത്. ഇത് പ്രശോഭ, ആത്മപരിശോധന നടത്താൻ ഏറെ അവസരങ്ങൾ ലഭിച്ച പാർട്ടിയാണ് CPM. അത് മാത്രമല്ല, ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന CPMന്റെ തന്നെ ഒരു അടിത്തറ, അതൊരു പാർട്ടി രീതിയാണ്. ഒരു നിരന്തരം ചോദ്യം ചെയ്യപ്പെടൽ, നേതൃത്വം നിരന്തരം വിവിധ ഘടകങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാവുകയുമുണ്ട്. പക്ഷെ ചോദ്യം ചെയ്യൽ ചിലർക്ക് ബാധകമല്ല. ഉന്നത നേതാവായ പിണറായി വിജയനെ ചോദ്യം ചെയ്യൽ ബാധകമല്ല. ഈ പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്യപ്പെടാൻ അർഹരല്ല. ജി സുധാകരനെ പോലെ ചില ആളുകൾ, അവരെ ആവശ്യമില്ല പാർട്ടിക്ക്. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എല്ലാം നേടിയിട്ട് എന്ത് എന്ന ഒരു ചോദ്യം ഒരു ക്രൈസ്തവ മേലധ്യക്ഷൻ, ഒരു മത പുരോഹിതൻ, ഒരു ബിഷപ്പ് പറയുന്നത്. ഗീവർഗീസ് മാർ കൂർലോസ് പറയുന്നത്, യാക്കോബ സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധിപൻ. ഇപ്പോൾ അദ്ദേഹം പലപ്പോഴും ഇടതുപക്ഷത്ത് നന്മകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷം നേരായ വഴികളിൽ സഞ്ചരിക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെടുകയും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊരു സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ചില വാക്കുകളുമാണ്. അതിന്റെ ഒരു അന്തസത്ത ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ നേതൃത്വം എത്രത്തോളം തയ്യാറാകും? കാരണം പാർട്ടി തിരുത്തലിന് വിധേയമാവണം. നിരന്തരം തിരുത്തലിനും പുതുക്കപ്പെടലിനും വിധേയമായി കാലഘട്ടത്തിന്റെ വൈബുകൾ മുഴുവൻ സംശീകരിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ അതിന് കഴിയാതെ വരുമ്പോൾ ചില സാമ്പത്തിക കുത്തകളുടെ കയ്യിൽ പാർട്ടി അകപ്പെടും. ചില വ്യക്തികളുടെ കയ്യിലേക്ക് പോകും. അധികാരം, പണം മുതലായവ ചില ഉന്നത നേതൃത്വത്തെ വല്ലാതെ അങ്ങ് ദുഷിപ്പിക്കും. അത് പാർട്ടിക്ക് ആകമാനം ബാധ്യതയായി മാറും. മാധ്യമങ്ങൾ അതൊരു പക്ഷേ കുറെയൊക്കെ അത് എടുത്തിട്ട് അലക്കും.
അങ്ങനെ തുടർ ഭരണ സാധ്യത നഷ്ടപ്പെടും. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന, കമ്മ്യൂണിസത്തിൽ ഒരു ബദല് കണ്ടെത്തുന്ന, നിരന്തരമായ പുതുക്കൽ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മലയാളികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ വോട്ടുകൾ പാർക്ക് ചെയ്യാനുള്ള വെഹിക്കിളായി CPM-ഓ ഇടതുപക്ഷമോ ഇന്ന് മാറുന്നില്ല. അടിസ്ഥാന സ്വഭാവം, വർഗ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്ലാസ് ക്യാരക്ടർ ഓഫ് CPM ഹാസ് ഗോൺ. അതുകൊണ്ട് പിന്നെ CPM-ന്റെ പ്രത്യേകത എന്താ? കോൺഗ്രസും CPM തമ്മിൽ എന്താ വ്യത്യാസം, BJP CPM തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, അറിയാം, അറിയേണ്ടതൊക്കെ അറിയാം. അറിയുന്ന കാര്യങ്ങളൊന്നും അത്ര വിനയുള്ള കാര്യങ്ങളല്ല, ശീലുള്ള കാര്യങ്ങളല്ല എന്ന് ജനം പറയുന്നത് അവിടെയാണ്. ഇത് പലരും പറയുന്നത് മുൻ കമ്മ്യൂണിസ്റ്റുകളാണ്. മുൻ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ മുൻപ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന, ഇപ്പോഴും കമ്മ്യൂണിസം ഒരു കനലായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അനേകായിരങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവരൊന്നും 100% CPM-കാരല്ല, കമ്മ്യൂണിസ്റ്റുകളാണ്, ഇടതുപക്ഷക്കാരാണ്, കറകളഞ്ഞ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. അവർക്കൊക്കെ CPM-ന്റെ ഇപ്പോഴത്തെ പോക്കിനോട് വലിയ ഒരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിന്റെ സ്വരമായി വരികയാണ് സുധാകരൻ. അവസാനമായി ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഇന്ന് തെക്കോട്ടുള്ള ഏകദേശം ഒരുവിധം നേതാക്കളെയെല്ലാം, മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടിമാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അപ്രമാദിത്യം അങ്ങ് വടക്കോട്ട് മതി എന്നുള്ള ഒരു ശൈലിയിലേക്ക് CPM പോകുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം, വടക്കോട്ടത്തെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് ലീഗ് നീരാളിപ്പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം പല മേഖലകളിലേക്ക് അവർ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങ് തെക്കോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഈ CPM എടുത്ത ഇടക്കാലത്തെ ഒരു നിലപാടെന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തി മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു ശൈലിയായിരുന്നു. ഹിന്ദു വോട്ടുകൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ പിന്നീട് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തി. ഇപ്പോൾ രണ്ടിടത്തും വിള്ളൽ വന്ന് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഒരൊറ്റ നിലപാട് സ്വീകരിക്കാൻ, ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഒരൊറ്റ നിലപാടിൽ നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. തെക്കും വടക്കും എല്ലാം വിള്ളൽ. ഇരട്ടച്ചങ്കും ഇരട്ട നിലപാടും എന്ന ഒരു രീതിശാസ്ത്രത്തിലേക്ക് CPM മാറുന്നുവോ? ഇരട്ടച്ചങ്കെന്നൊക്കെ പറയാൻ കൊള്ളാം, ധൈര്യത്തെയാണ്. പക്ഷെ ധൈര്യമുണ്ടെങ്കിൽ മത വർഗീയ ഘടനകളുമായി ഞങ്ങൾ സന്ധി ചെയ്യില്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ തെറ്റാണ് എന്ന് പറയുമ്പോഴാണ് 2-3 ചങ്ക് എന്ന പ്രയോഗം അർത്ഥവത്താകുന്നത്. കാലാകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയോടും PDP-യോടും SDPI-യോടും വെൽഫെയർ പാർട്ടിയോടും ഒക്കെ ഇണങ്ങിയും പിണങ്ങിയും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയെങ്കിലും സ്വാംശീകരിക്കാനാവുമോ എന്നായിരുന്നു ഒരു 2 പതിറ്റാണ്ടോളമായി CPM-ന്റെ ചിന്ത. 2000 ആണ്ട് മുതൽ ഒരു 20 വർഷത്തോളമുള്ള ചിന്ത. അതിനു മുൻപ് MV രാഘവൻ ബദൽ രേഖയുമായി വന്നു എറണാകുളം സമ്മേളനത്തിൽ 86-ലാണ്. 1986 MV രാഘവന്റെ ബദൽ രേഖ, അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നയം, അടവ് നയമായി സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന രേഖ കൊണ്ടുവന്നപ്പോൾ നിഷ്കരണം ആ രേഖ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, MV രാഘവന് പോലും പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ MV രാഘവൻ അന്ന് പറഞ്ഞത് ശരിയായി വരുന്നു. ഇതിനെയല്ലേ മുസ്ലിം ലീഗുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യവുമായി ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗത്തെ, INL അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്രതിപക്ഷ ലീഗ് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്ന വിഭാഗം, ആ വിഭാഗത്തെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട്. അങ്ങനെ ഇസ്ലാമിക മനസ്സുകളിൽ CPM, അരിവാൾ ചുറ്റിക നക്ഷത്രം CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മേൽവിലാസം ഉണ്ടായി വന്നു. അത് ഇലക്ടറലി 2 തിരഞ്ഞെടുപ്പിലെങ്കിലും ഇടതുപക്ഷത്തിന് കാര്യമായ പ്രയോജനവും ലഭിച്ചു. അത് പിണറായി വിജയന്റെ 1-2 സർക്കാരുകളെ സൃഷ്ടിച്ചെടുത്തതിൽ മുസ്ലിം ജനസാമാന്യത്തിന് കൂടി പങ്കാളിത്തമുണ്ട് എന്ന് കൃത്യമായി പറയാം. ഇന്ന് ആ സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു പലവിധ കാരണങ്ങളാൽ. അത് സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്നതാവും ശരി. നിലപാടുകളുടെ സ്ഥൈര്യമില്ലായ്മ, വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം പാലസ്റ്റീൻ കോസ് ഏറ്റെടുക്കുക, ഇറാൻ അനുകൂല പ്രസ്താവനകൾ നടത്തുക, അന്താരാഷ്ട്ര വിഷയങ്ങളെ പോലും കാണുക, അങ്ങനെ അവസരവാദപരമായ നിലപാട് മുസ്ലിം വിഭാഗങ്ങൾ, പല വിഭാഗങ്ങൾ, തീവ്രവും മധ്യത്വവും ഉള്ള നിലപാടുകൾ എടുക്കുന്ന മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമായ ഈഴവ കമ്മ്യൂണിറ്റിയെ കോൺഫിഡൻസിലെടുക്കുക. അതിന്റെ പരമ നേതാവ്, അതിന്റെ സ്വയം പ്രഖ്യാപിത നേതാവ്, ഇപ്പോൾ തിരിച്ചടി, കോടതിയിൽ നിന്ന് തിരിച്ചടി കൂടി നേരിട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ കൂടെ നിർത്തി, പരമാവധി അദ്ദേഹത്തെ ഒരു ഐക്കോണായി കൂടെ നിർത്തി നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകളെങ്കിലും തിരിച്ചു പിടിക്കാം. മുസ്ലിം വിരോധം പറഞ്ഞാൽ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം,
BJP-ക്ക് പോകാതെ CPM-നും LDF-നും ഗുണകരമാകും എന്ന കണ്ടെത്തൽ CPM നടത്തി. അവിടെയും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ മതവും മതവിശ്വാസവും ഡിനോമിനേഷണൽ സപ്പോർട്ടും എല്ലാം തന്നെയാണ്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതികളല്ല പ്രശോഭ. കമ്മ്യൂണിസ്റ്റ് രീതികൾ എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം പറയുക, കൃത്യമായ വർഗ നിലപാടെടുക്കുക, വർഗീയമല്ല, വർഗം, ക്ലാസ് ക്യാരക്ടർ, അടിസ്ഥാന വർഗത്തോടൊപ്പം, തുച്ഛീകരിക്കുന്നവനോടൊപ്പം, പാർശ്വവൽക്കൃതനോടൊപ്പം, പീഡനം അനുഭവിക്കുന്നവരോടൊപ്പം ഓരം ചേർന്ന് നിന്നുകൊണ്ട് വർഗ ബഹുജന സംഘടനകളിലൂടെ ഒരു ക്രമം കെട്ടിപ്പടുക്കുക എന്ന ഉദാത്തമായ കമ്മ്യൂണിസ്റ്റ് നിലപാട്, അതിനെയൊക്കെ അട്ടത്ത് വെച്ചിട്ട് വളരെ പ്രായോഗികമായ നിലപാട് ചില മതശക്തികളെ, ചില മതമേലധ്യക്ഷന്മാരെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് അവർ നയിക്കുന്ന പ്രചരണം എന്ന രീതിയിൽ കട്ടൗട്ടുകളും ബാനറുകളും അതിന്റെ ധാരാളിത്തം ഒന്ന് നോക്കൂ. എത്രയോ പണക്കൊഴുപ്പുള്ള പ്രചരണമാണ് CPM LDF നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ പണമൊക്കെ ഇവിടുന്ന് വരുന്നു. ഈ പണം നൽകി സഹായിക്കുന്നവർ won't they extract a pound of flesh in the end analysis? ഇതിനെല്ലാം മറുപടി പറയാൻ CPM-ന് കഴിയുന്നിടത്താണ് CPM-ന് ആർജവം ഉണ്ടാകും. ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല എങ്കിൽ സുധാകരനെ പോലെ പലരും പുറത്തു വന്നുകൊണ്ട് ഇനി പറയുമ്പോൾ കൂടുതൽ സ്കെലിറ്റൻസ് will tumble out of the cupboard of CPM. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സുധാകരൻ വലിയൊരു പൊട്ടിത്തെറിക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. അദ്ദേഹം തനിക്ക് നേരിട്ട അവഗണന അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇനിയും പാർട്ടിയിൽ നിന്ന് പലരും പുറത്തേക്ക് പോകുമോ എന്നുള്ള ഭയം CPM-നെ വേട്ടയാടുന്നുണ്ട്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.